नैनं छिन्दन्ति शस्त्राणि नैनं दहति पावक न चैनं क्लेदयन्त्यापो न शोषयति. The Sri Sathya Sai Orphanage Trust is a non-profitable voluntary organization functioning in Kerala, South India. It started its function with the blessings of Bhagavan Sri Sathya Sai Baba in the year 1996 with Justice Chandrasekhara Menon as its founder chairman. Since then, the trust had been tirelessly working for the upliftment of the downtrodden in our society. One of the most important projects of the trust is Navajeevanam, which is a free dialysis center. In this episode, we would be taking a brief look at the ongoing programs of Navajeevanam. This is functioning at Cochin in association with Lakshmi Hospital, which is providing us the space to undertake this activity. Now, 9 patients from economically very poor background are undergoing treatment at this center, and there are 40 more such patients in our waiting list who finds it difficult even to lead a normal life. ഒരു വർഷത്തോളമായി വൃക്കരോഗമായിട്ട് മല്ലിടുകയാണ്. യാതൊരു സഹായവുമില്ലാതെ ഒരു വർഷത്തോളം മറ്റുള്ളവരുടെ സഹായത്താലും നാട്ടുകാരുടെ സഹായത്താലുമാണ് ഞാൻ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ 6 മാസത്തോളം എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ സഹായത്താലും ഞാൻ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നു. അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയും എൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഒരു കഴിവുമില്ല. എൻ്റെ ഭർത്താവിന് മീൻ കച്ചവടമാണ്. കിട്ടിയാൽ 100 കൂടി വന്നാൽ 120 രൂപ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിധത്തിലും കഴിയാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലാണ് എനിക്ക് ഈ രോഗം പിടിപെട്ടത്. ഒരു വർഷത്തോളം ഡയാലിസിസ് ചെയ്തു. ആ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് നവജീവനം സത്യസായി ബാബയുടെ നവജീവനം എന്ന ഫ്രീ ഡയാലിസിസിൻ്റെ ഇതറിയുന്നത്. അവരെ ചെന്ന് കണ്ട് ഫോം കൊടുത്ത് അപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുകളൊക്കെ കണ്ടുകൊണ്ടു അവർ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നും അറിഞ്ഞുകൊണ്ടും എനിക്ക് 10 വർഷത്തോളമായി ലോൺ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ആകെ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഇവരുടെ വരവ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എന്നെ ഒരുപാട് സന്തോഷിച്ചു. ദൈവത്തിനോട് ഒരുപാട് നന്ദിയും പറഞ്ഞു. Navajeevanam is the first and only place in India where free dialysis is given to the most deserving patients. The huge cost and frequency of doing dialysis is a real nightmare for them. A compassionate person will immediately understand the situation.
दीन दुखियों से प्रेम करो मेरा साईं प्रसन्न होगा। दीन दुखियों से प्रेम करो मेरा साईं प्रसन्न होगा। दीन दुखियों से प्रेम करो मेरा साईं प्रसन्न होगा। दीन दुखियों से प्रेम करो मेरा साईं प्रसन्न होगा। साईं मेरा मैं तेरा ये प्रेम की बहती धारा। साईं मेरा मैं तेरा ये प्रेम की बहती धारा। साईं मेरा मैं तेरा ये प्रेम की बहती धारा। साईं मेरा मैं तेरा ये प्रेम की बहती धारा। ये प्रेम की बहती धारा साईं प्रेम की बहती धारा। प्रेम की बहती धारा साईं प्रेम की बहती साईं प्रेम की बहती धारा। प्रेम की बहती धारा साईं प्रेम की बहती धारा। प्रेम की बहती മൂന്നര കൊല്ലത്തെ കൂടുതലായി. 2 പിള്ളേരുണ്ട്. ഒരു കൊല്ലത്തോളം ആയുർവേദം കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡയാലിസിന് പ്രഷർ കൂടി ആസ്പത്രി പോയി. അവർ പറഞ്ഞു ഇങ്ങനെ കിഡ്നിക്കലാണ് എൻ്റെ പേര്. ഒന്നിച്ചില്ല കൊല്ലം സ്വന്തമായിട്ട് തന്നെ ചികിത്സിച്ച് പിന്നെ ആൾക്കാരെ കൈ നീടേണ്ടി വന്നു. ഒരുപാട് ബാധ്യതയിൽ നിൽക്കുകയാണ്. 1 ലക്ഷം രൂപ ലോൺ എടുത്താണ്. രണ്ട് പിള്ളേർ പഠിക്കുകയാണ്. ഒരാൾ +2, ഒരാൾ 10ൽ. സാമ്പത്തികമായിട്ട് വളരെ ഇതായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ മരിച്ചുപോയി. ചേട്ടനാണ് സഹായിച്ചിരുന്നത്. അറ്റാക്ക് വന്ന് 3 മാസമായി മരിച്ചിട്ട്. അതോടുകൂടി നമ്മുടെ ആകെ തകർന്നു നിൽക്കുമ്പോഴാണ് സാറന്മാർ ഇവിടെ വന്നത്. അങ്ങനെ എനിക്ക് 9ാമത്തെ ചാൻസാണ് കിട്ടിയത്. അങ്ങനെ ബുദ്ധിമുട്ടി കടമായിട്ട് പോകാൻ നിവൃത്തി വണ്ടിക്കാശ് പിടിയില്ലാത്ത സമയത്താണ് എന്നെ വിളിക്കണത്. അങ്ങനെ ഞാൻ ഭാര്യയും കൂടി അവിടെ ചെന്ന് പിറ്റേന്ന് ദിവസം തുടങ്ങി തിങ്കളും വ്യാഴവും ആഴ്ചയിൽ 2 ഡയാലിസിസ് വെച്ച് ചെയ്യാൻ പറയും. ആദ്യം ഒന്നും ചെയ്തിരുന്നത് അതിനൊന്നും തന്നെ നടക്കാറില്ല. എന്നാലും 10 ദിവസമൊക്കെ വെച്ചാണ് ഞാൻ പോയിരുന്നത്. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. എപ്പോഴും കട്ടിലുമ്പോൾ തന്നെയാണ്. അങ്ങനെ കിട്ടി. ഒന്നും പറയാൻ പറ്റാനില്ല. The whole process being a cause requiring a lot of monetary support, we are looking up to those kind-hearted souls who take it upon themselves to save the life of another human being. The individuals who undergo dialysis are somebody's father, mother, sister, brother or relatives whose blessings will be bestowed upon you. Here you come to see the relief of those patients undergoing treatment at Navajeevanam. എനിക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ഉണ്ട്. പിന്നെ 2000 രൂപ ആഴ്ചയിൽ ചിലവായിരുന്നു.
ഇപ്പം അതിനുള്ള നിവൃത്തിയില്ല. എനിക്ക് പലരും സഹായിച്ചാണ് എന്നെ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും സഹായം ഇപ്പം കിട്ടാനൊരു വഴിയില്ലാണ്ടായി. അത് കാരണം എനിക്ക് ഇപ്പോൾ ഡയാലിസിസ് നവജീവനം സത്യസായിബാബയുടെ ഇത് കിട്ടി. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരും എന്നെ അവിടെ കൊണ്ട് എനിക്ക് സഹായമുണ്ട്. പിന്നെ ഇപ്പം അന്വേഷിക്കാനും ഈ അങ്ങളയ്ക്കും വയ്യാണ്ടായി, അങ്ങളയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു, അന്വേഷിക്കാനൊന്നും വേറെ ആരുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇത് കിട്ടിയോണ്ട് എനിക്ക് എൻ്റെ ജീവിതം നന്നായിട്ട് വരുന്നുണ്ട്. ആഴ്ചയിൽ ഒരു നടക്കാനും ഒരു ഇതും എല്ലാം കൊണ്ടൊരു സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ അവിടെ കൊടുക്കാനും വേറെ കാശ് വേണ്ട. പിന്നെ ഈ ഒരു ചിലവും കൊണ്ട് എൻ്റെ എല്ലാം കൊണ്ട് നടക്കണുണ്ട്. സന്തോഷമുണ്ട് എനിക്ക് ഈ ഡയാലിസിസ് ചെയ്ത് കിട്ടിയതിൽ. നവജീവനം ഡയാലിസിസ് സത്യസായിബാബയുടെ കൊണ്ട് എനിക്ക് നന്ദിയുണ്ട്. कोटि प्रणाम शतकोटि प्रणाम, कोटि प्रणाम शतकोटि प्रणाम, कोटि प्रणाम शतकोटि प्रणाम, कोटि प्रणाम शतकोटि प्रणाम, दीननाथ साईराम। കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഡയാലിസിസ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 200-ലേറെ ഡയാലിസിസ് ആയി. നേരത്തെ ശ്രീ പോളേട്ടൻ പറഞ്ഞ മാതിരി രോഗം തുടങ്ങുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ആദ്യ കാലഘട്ടങ്ങളിൽ സഹായിക്കാനും എല്ലാം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഇടിഞ്ഞു പോകും. അങ്ങനെ വേറൊരു ആശുപത്രിയിലായിരുന്നു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഈ ചികിത്സാ ചെലവും കാരണം അതെല്ലാം തകരാറിലായി. അങ്ങനെ ഒരു സമയത്താണ് എൻ്റെ ഒരു ബന്ധു കൂടിയായ ശ്രീ വേണുചേട്ടൻ പറഞ്ഞത്, ഇങ്ങനെ ബാബയുടെ അനുഗ്രഹത്താൽ ഒരു ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ പേര് കൊടുത്തു. ആദ്യമേ വളരെ നല്ല ട്രീറ്റ്മെൻറ്റാണ് അവിടെ തരുന്നത്. ശ്രീ സത്യസായി ഭഗവാന്റെ അനുഗ്രഹത്തോട് തുടങ്ങിയ ഈ സംരംഭം വളർന്ന് വന്തലിച്ച ഒരുപാട് രോഗികൾ, സമൂഹത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ഒരുപാട് അവർക്കെല്ലാം ഒരു സഹായമാകട്ടെ. ഞാൻ 3.5 വർഷമായി ഡയാലിസിസ് ചെയ്ത് വരികയാണ്. എൻ്റെ വീടിൻ്റെ പട്ടയെല്ലാം പണയപ്പെടുത്തിയാണ് എൻ്റെ ചികിത്സയുടെ ചിലവുകളെല്ലാം നടത്തി വരുന്നത്. ആ സമയത്താണ് പോൾ സാറും സുഹൃത്തും കൂടി എൻ്റെ വീട്ടിൽ കടന്നു വരികയും നവജീവൻ ട്രസ്റ്റ് എന്ന ആ ഒരു ഇതിലേക്ക് ചികിത്സ, അതായത് ഫ്രീ ആയിട്ട് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ചികിത്സയുണ്ട് എന്ന് പറയുന്നത്. അത് അനുസരിച്ച് ഇവിടെ വന്ന് ഈ ട്രസ്റ്റിൽ വന്ന് അപേക്ഷ ഞാൻ കൊടുക്കുകയും അത് പോൾ സാറും സുഹൃത്തും കൂടി വന്ന് എല്ലാം അന്വേഷിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ഈ ട്രസ്റ്റിൽ വന്ന് ലക്ഷ്മി ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ്, ചൊവ്വയും വെള്ളിയാഴ്ചയും ഡയാലിസിസിന് എന്നെ വിളിക്കുകയും എനിക്ക് വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ഭാര്യയും മക്കളാണ്, 2 പെൺമക്കളാണ് എനിക്ക്. മൂത്തവൾ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഇളയവൾ പഠിക്കുന്നില്ല. ഞാനൊരു സ്വർണ്ണ തൊഴിലാളിയാണ്. ഈ തൊഴിലൊക്കെ തകർന്നിരിക്കുമ്പോഴാണ് എനിക്ക് നവജീവന ഡയാലിസിസ് കിട്ടിയത്. അത് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് എണീച്ച് നടക്കാനും, ഈ നവംബർ തൊട്ടാണ് എനിക്ക് സൂക്കേട് ഉള്ളത് അറിഞ്ഞത്. അതിനുശേഷം പുറത്ത് ഞാൻ 3-4 മാസം പൈസ കൊടുത്ത് ചെയ്ത് എല്ലാം തകർന്നു പോയിട്ട് പിന്നെയാണ് ഈ നവജീവനത്തിൻ്റെ ഡയാലിസിസ് എനിക്ക് കിട്ടിയത്.
അത് കിട്ടിയതിന് ശേഷം എണീച്ച് നടക്കണതൊക്കെ അതിന് മുമ്പ് കിടപ്പിലായിരുന്നു. ഇപ്പോൾ എണീച്ച് നടക്കാറൊക്കെ ഉണ്ട്. ഭാര്യയുടെ ഈ തയ്യൽ തുണികളൊക്കെ തയ്ച്ചു കൊടുത്തിട്ട് ആ തയ്യൽ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇതിനു മുമ്പ് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഒക്കെ ഇതായത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് സത്യസായി ബാബയുടെ സഹായം കൊണ്ട്, അവരുടെ എല്ലാവരുടെ സഹായം കൊണ്ടും എനിക്കിപ്പോൾ ജീവിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. ഇനിയും ഞങ്ങളെപ്പോലുള്ള രോഗികൾക്ക് വേണ്ടി ഇനിയും പ്രവർത്തനം തുടരട്ടെ എന്ന് അപേക്ഷിക്കുന്നു.